അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഒരു സംശയം. നമ്മൾ ഉംറക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ സംസം വെള്ളം നിന്ന് കുടിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ സംസം വെള്ളം നിന്ന് കുടിക്കുന്നത് പ്രത്യേകം സുന്നത്തോ അല്ലെങ്കിൽ നിന്നിട്ടാണ് കുടിക്കേണ്ടത് എന്നുള്ളത് ഹദീസുകളിലോ മറ്റോ ആയിട്ട് വന്നിട്ടുണ്ടോ? കാരണം മറ്റു മദ്ഹബിലുള്ള ആളുകളല്ലാതെ നമ്മളെ മദ്ഹബിലുള്ള ആളുകൾ തന്നെ ചില അമീർമാരായിട്ട് വന്ന ആളുകളും ഒക്കെ ഒരു പ്രത്യേകം സംസം വെള്ളം നിന്ന് കുടിപ്പിക്കുന്നതും നിന്ന് തന്നെ കുടിക്കണം എന്നൊക്കെ പറയുന്നതും ഒക്കെ കാണാറുണ്ട്. അത് സത്യത്തിൽ ഉള്ളത് തന്നെയാണ്. കാരണം സാധാരണ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ നിന്ന് കുടിക്കാൻ പാടില്ല എന്നല്ല പറയല്ലേ. അപ്പോൾ സംസം വെള്ളം പ്രത്യേകം നിന്ന് കുടിക്കണം എന്ന് തന്നെ ഉണ്ടാവും. സംസം വെള്ളം നിന്ന് കുടിക്കണോ ഇരുന്ന് കുടിക്കണോ? ഇപ്പോൾ നമ്മൾ ഉംറക്കൊക്കെ പോയാൽ അവിടുത്തെ പ്രവർത്തനം കണ്ടാൽ, അതായത് ഇരുന്ന് കുടിക്കാൻ സൗകര്യമുള്ളതിനോട് കൂടെ തന്നെ നിന്നിങ്ങനെ കുടിക്കും, അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ സാധാരണ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഇരുന്ന് കുടിക്കുക, സംസം വെള്ളമാകുമ്പോൾ നിന്ന് കുടിക്കുക, ഇങ്ങനെയാണ് മതവിധി എന്ന് തെറ്റിദ്ധരിച്ചു പോകും. എന്നാൽ അതല്ല യാഥാർത്ഥികത, അതല്ല ശരിയും. സാധാരണഗതിയിൽ ഇപ്പോൾ ഈ വെള്ളം സംസം വെള്ളം എന്നല്ല, ഏത് വെള്ളമാണെങ്കിലും നിന്ന് കുടിക്കൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്തിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ തന്നെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൻ്റെ 804 പേജിൽ 2024 ഹദീസായിട്ട് അന്നഹു നഹ അൻ യശ്റബ റജുലു ഖായിമ, ഒരാൾ നിന്ന് വെള്ളം കുടിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്തിട്ടുണ്ട്. അപ്പം നബി തങ്ങൾ ഇത് വിരോധിച്ചിട്ടുണ്ട്. അപ്പം നബി തങ്ങൾ വിരോധിച്ച കാര്യമാണ് നിന്ന് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഈ ഹദീസ് ഒന്ന് വിശദീകരിച്ചു മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു മിൻഹാജുൽ മുഹദ്ദിസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ, ഷറഹ് മുസ്ലിമിൻ്റെ 11ാമത്തെ വാള്യം ഇതിൻ്റെ 435 പേജിൽ പറയുന്നു, ഇവിടെ നബിതങ്ങൾ വിരോധിച്ചു എന്ന് പറയുമ്പം ആ വിരോധന എന്ത് വിരോധനയാണ്? അന്നൻ നഹിയ മഹ്മൂലുൻ അലാ കറാഹത്തി തൻസീഹ്, തൻസീഹിൻ്റെ കറാഹത്ത് എന്നതിലേക്ക് കൂട്ടണം. അപ്പോൾ ഒരാൾ നിന്ന് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് അത് തൻസീഹിൻ്റെ കറാഹത്താണ്, കറാഹത്തായ വിധിയാണ് അതിന് വരിക എന്നുള്ളത്. ഈ വിഷയത്തിൽ സംസം വെള്ളവും അതുപോലെ തന്നെ എല്ലാ വെള്ളവും ഒരുപോലെയാണ്. എല്ലാം മൊത്തത്തിൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുക എന്ന് പറയുന്ന പരിപാടി അത് തൻസീഹിൻ്റെ കറാഹത്ത് തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സംസം വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് കുടിച്ചു എന്നുള്ള ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ടല്ലോ. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹ് ബുഖാരിയിൽ തന്നെ കൊണ്ടുവന്ന ഹദീസ് ഉണ്ട്. ഏത് ഹദീസാണെങ്കിലും ആ ഹദീസിനിക്ക് ഒരു വ്യാഖ്യാനമുണ്ടാകും, അതിനൊരു വിശദീകരണം ഉണ്ടാകും. അതനുസരിച്ച് കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹദീസിൻ്റെ ബാഹ്യം കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് മതവിധി നമ്മൾ പ്രഖ്യാപിക്കരുത്. നേരെ മറിച്ച് ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഉലമാ നമുക്ക് പറഞ്ഞു തരും, അതാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ബുഖാരിയിലുണ്ട് അങ്ങനെ ഹദീസ്. സ്വഹീഹ് ബുഖാരിയുടെ 283 പേജിലായിട്ട് 1638 ഹദീസ് കാണും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് വന്ന ഹദീസ. മഹാനവറുകൾ പറഞ്ഞു, സഖൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സംസം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംസം വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ഫശരിബ വഹുവ ഖായിമുൻ, നബി തങ്ങൾ കുടിച്ചത് നിന്നിട്ടാ കുടിച്ചത്. ഇതാണ് ആ ഹദീസ്. ഈ ഹദീസാണ് പല ആളുകളും ആധാരാക്കിയിട്ട് നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ അവിടുന്ന് ചില ആളുകൾ മദ്ഹബിൻ്റെ ആൾ, അതായത് ഷാഫി മദ്ഹബ് വിട്ടിട്ട് പല ആളുകളും, ചില മുത്തവന്മാരും അതുപോലെ തന്നെ ചില മിസ്രിയാളും അവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയും കൂമ്പീതിനില്ല എന്ന് പറയും. ഇരിക്കുമ്പോൾ അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യും, പ്രവർത്തിക്കാറുണ്ട്, അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. ഹദീസ് ഈ ഹദീസാണ് വെക്കുന്നത്. എന്നാൽ ഈ ഹദീസ് ഒന്ന് വിശദീകരിച്ചു മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ ബാരി ലോക പ്രശസ്ത ഹദീസ് വ്യാഖ്യാന കിതാബാണല്ലോ, ഇതിൻ്റെ 4ാം വാള്യം. ഈ ഹദീസ് വിശദീകരിച്ചു കൊടുത്ത് മഹാനവറുകൾ പറഞ്ഞു ഇതിൻ്റെ 532 പേജിൽ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിബ ഖായിമ, നബിതങ്ങൾ സംസം വെള്ളം നിന്ന് കുടിച്ചത് ഫയുഹ്മലു അലാ ബയാനിൽ ജവാസ്, ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്ന് കുടിക്കൽ അനുവദിക്കും എന്നുള്ളത്
നമുക്കൊന്ന് പഠിപ്പിക്കാനും നമുക്ക് മനസ്സിലാക്കി തരാനും അതിനു വേണ്ടി മാത്രമാണ് എന്നുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസം വെള്ളം ഇരുന്ന് അങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ സംസം വെള്ളം ഇരുന്നേ കുടിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിന്നൊരിക്കലും കുടിക്കാൻ പറ്റൂല എന്ന് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. വ്യക്തമായിക്കൊണ്ട് തന്നെ അതിൻ്റെ പൊരുളൊന്നും വിശദീകരിക്കുന്നുണ്ട് മഹാനിമാം കർമാനി റളിയല്ലാഹു അൻഹു. അവിടുത്തെ എൻ്റെ ഷറഹുൽ കർമാനി എന്ന് പറയുന്ന സ്വഹീഹുൽ ബുഖാരിൻ്റെ അറിയപ്പെട്ട ഷറഹാണ്, ഇതിൻ്റെ 5-ാം വാള്യം. ഇതിൽ ഒന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ 88-ാമത്തെ പേജിൽ. ഇവിടെ സംസം വെള്ളം നിന്ന് കുടിച്ചു എന്ന് പറയുമ്പോൾ ഫീഹി റുഖ്സത്തുൻ, ഇതിലൊരു വിടുതിയുണ്ട്, ഇതിൽ നമുക്കൊരു ഇളവ് തരുന്നുണ്ട്. ഫിഷുർബി ഖായിമ, സംസം വെള്ളം നിന്ന് കുടിക്കുന്നതിൽ. കാരണം എന്താ, വഫീഹി അന്ന ഷുർബ മിൻ സംസം മിൻ ഗൈരി ഖിയാമിൻ യശുക്കു ആണോ ലിർത്തിഫാഇ മാ അലൈഹാ മിനൽ ഹായിദ്. സംസം വെള്ളം ഇരുന്ന് തന്നെ കുടിക്കണം, നിന്ന് കുടിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യവും അതുപോലെ തന്നെ അവിടുത്തെ തിരക്കും ബഹളും അതുപോലെ ചുറ്റുവട്ടം ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടിച്ചു പോയിരിക്കും. വെള്ളം ചിലപ്പോൾ ചില സമയങ്ങളിൽ സന്ദർഭം കിട്ടാൻ തന്നെ പ്രയാസമായിരിക്കും, നല്ല തിരക്കുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് സമയത്ത് അവിടുന്ന് നമുക്ക് കിട്ടിയ പാടെ നമുക്ക് കുടിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അവിടെ ഇരിക്കാൻ സ്ഥലം നോക്കുമ്പോൾ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിഷയത്തിൽ സംസം വെള്ളത്തിൽ അങ്ങനെ നിന്ന് കുടിക്കാൻ പാടില്ല, ഇരുന്നേ പറ്റുള്ളൂ എന്ന ഷഡ്യം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ആയതുകൊണ്ട് അതിനെ ഒന്ന് വിശദീകരിച്ച് നമുക്കൊന്ന് അങ്ങനെ നിന്ന് കുടിക്കുന്ന കുഴപ്പമില്ല എന്ന് കാണിച്ചു തന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നുള്ളത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസം വെള്ളത്തിൻ്റെ വിഷയത്തിൽ നിന്നിട്ടും ബാക്കിയുള്ളതിനൊക്കെ ഇരുന്നിട്ടും എന്നുള്ളൊരു മതവിധി ഒരിക്കലും പെടുത്താൻ പാടില്ല. ഈ ഹദീസ് ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് വീണ്ടും ഈ പറയുന്ന ഇമാം സാബൂനി അവിടുത്തെ ഷറഹുൽ മുയസ്സിർ എന്നതിലിത് വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ 2-ാം വാള്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് വെള്ളമായാലും സംസം വെള്ളമായാലും ഏത് വെള്ളങ്ങളാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ടാണ് കുടിക്കൽ. പിന്നെ ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ നിന്ന് കുടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്കെന്താണ് ഒരു എളുപ്പം തന്നെയാണ്. കാരണം അങ്ങനെ നബി തങ്ങൾ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഇരുന്ന് തന്നെ കുടിക്കണം എന്നാകുന്നു, കനേ പാടില്ല എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ. ഇതിൻ്റെ 502-ാമത്തെ പേജിൽ മിൻ ആദത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന ലാ യശ്റബുൽ മാഅ ഇല്ലാ ഖായിദ, നബി തങ്ങൾ ഇരുന്നിട്ടല്ലാതെ വെള്ളം കുടിക്കാറില്ല. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാ അനി ശുർബി ഖായിമ, നിന്ന് വെള്ളം കുടിക്കൽ റസൂലുള്ളാഹി എതിർത്തിട്ടേ ഉള്ളൂ. വലാകിന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിബ മിൻ സംസം ഖായിമ, നബി തങ്ങൾ സംസം വെള്ളം നിന്ന് കുടിച്ചു എന്നതാണോ ലിയദുല്ല അലാ ബയാനിൽ ജവാസ്, അങ്ങനെ അനുവദിക്കും എന്ന് കാണിച്ചു തരാനാണത്. തൈസീറൻ അലാ ഉമ്മത്തിഹി, അത് സമുദായത്തിന് എളുപ്പല്ലേ, അങ്ങനെ ഒന്ന് കാണിച്ചതുകൊണ്ട് നമുക്ക് എളുപ്പമായി. അപ്പം എന്തിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ നമുക്ക് അങ്ങനെയും കുടിക്കാം എന്നുള്ളടത്തൊക്കെ മനസ്സിലാകും. അപ്പം അതാണ് അതുകൊണ്ട് വീക്ഷിക്കേണ്ടത്. ഇനി ഇതൊക്കെ ഹദീസുകളിലാണ്. ഈ ഹദീസൊക്കെ കണ്ട പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, അതാണ് മതവിധി അവരാണ് പറയേണ്ടത്. മുസ്ലിമിൻ്റെ ഹദീസ് കണ്ടു, ബുഖാരിയുടെ ഹദീസ് കണ്ടു, അപ്പം നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഹദീസ് വെറുത്തു എന്ന് പറഞ്ഞു വന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന നബിതങ്ങൾ നിന്ന് കുടിച്ചു എന്ന് കണ്ടു. ഇതൊക്കെ വെച്ചുകൊണ്ട് മതവിധി പറയുന്ന പണ്ഡിതന്മാരെന്ത് പറഞ്ഞു? മഹാനായ ഖാത്തിമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്, സംസം വെള്ളം കുടിക്കുന്നതിൻ്റെ മര്യാദ, അതിൻ്റെ സുന്നത്ത്, അത് എങ്ങനെയാണ് എന്ന് തുഹ്ഫയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ 4-ാം വാള്യം. ഇതിൻ്റെ 231-ാമത്തെ പേജിൽ ഓ യുസന്നു ഇന്ദ യറാത്തി ഷുർബിഹി, ഒരാൾ സംസം വെള്ളം കുടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ, സംസം വെള്ളം കുടിക്കാൻ വേണ്ടി ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അൽ ഇസ്തിഖ്ബാലു, കിബ്ലക്ക് മുന്നിടുക, വൽ ജുലൂസു, ഇരിക്കുക. അപ്പൊ സംസം വെള്ളത്തിന്റെ അവിടെ പറഞ്ഞു, സംസം വെള്ളം ഒരാൾ കുടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഇരുന്നു കൊണ്ട് കുടിക്കുക എന്നുള്ള സുന്നത്ത് തന്നെയാണ്, നിന്നുകൊണ്ട് എന്നല്ല പറഞ്ഞ്. ഈ ഹദീസുകളൊക്കെ കണ്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്ന് മാത്രമല്ല ശാഫിഈ മദ്ഹബിൽ തീരുമാനം എടുത്ത് പറയുന്ന പണ്ഡിതന്മാരിൽപ്പെട്ട മഹാന്മാർ അവരൊക്കെ ഇവരാണിത് പറയുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇരുന്നു കൊണ്ടാണ് കുടിക്കൽ സുന്നത്ത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നബിതങ്ങൾ നിന്നുകൊണ്ട് കുടിച്ചില്ലേ എന്നുള്ള വരും. അതും മഹാനവർ വിശദീകരിച്ചിട്ടുണ്ട്. വ ഖിയാമുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസം വെള്ളം നിന്ന് കുടിച്ചതാണോ ലി ബയാനിൽ ജവാസ്,
അത് കണ്ടോ, അത് അനുവദിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അനുവദിക്കും എന്നുള്ളത് നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പം ജവാസിനെ ബയാൻ ചെയ്യുക, അനുവദിക്കുട്ടോ എന്നുള്ളത്. എന്നിട്ട് ഇരുന്ന് തന്നെ കുടിച്ച് കാണിച്ചു തന്നാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാകും. അപ്പം അതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ പ്രവർത്തനം എന്താണ്, സ്വാഭാവികമായിട്ടും കണ്ടുകൊണ്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോരുത്തരും വിശ്വസിച്ചു കൊണ്ട് പോരുന്നൊരു മതവിധി ഉണ്ട്. അതെന്താ, എല്ലാ വെള്ളങ്ങളും കുടിക്കുമ്പോൾ ഒക്കെ നമ്മൾ അതിൻ്റെ ഇരുന്ന് കുടിക്കണം, നിന്ന് കുടിക്കാൻ പറ്റൂല. സംസം വെള്ളം അല്ലാത്ത ഏത് വെള്ളമായാലും, ഇപ്പം നമ്മൾ എവിടുന്നെങ്കിലൊക്കെ വെള്ളം കുടിക്കുകയാണെങ്കിലൊക്കെ നിന്നുകൊണ്ട് കുടിക്കരുത്, ഇരുന്ന് തന്നെ കുടിക്കണം. സംസം വെള്ളമാകുമ്പോൾ നിന്ന് കുടിക്കണം. അപ്പോൾ സംസം വെള്ളത്തിലുള്ളൊരു മതവിധി വേറെയാണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള വെള്ളത്തിലൊക്കെ വേറെ. അപ്പം ഈ പറയുന്ന നഹി, വിരോധന എന്ന് പറഞ്ഞ സംഗതി ആമൻ നിലക്കുള്ളൊരു വിരോധനയല്ല. അത് നേരെ മറിച്ച് എൻ്റെ ചിലതിൽ ഒഴിവാക്കേണ്ടതുണ്ട്, സംസം വെള്ളം ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് വിചാരിച്ചെങ്കിൽ അത് തെറ്റായൊരു ധാരണയാണ്, അത് ശരിയായൊരു ധാരണയല്ല എന്ന് തൊഹ്ഫ അധികരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഷെർവാനി റളിയല്ലാഹു അൻഹു ഈ പറയുന്ന ഹജ്ജത്തുൽ ഷെർവാനി തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഷെർവാനിയുടെ 5-ാം വാള്യം ഇതിൻ്റെ 39-ാമത്തെ പേജിൽ ഓരോ കാര്യങ്ങളും ഓരോന്ന് അക്കയിട്ടുകൊണ്ട് ഓരോ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ട് പറയാണ്, വസഅമ അന്നൻ നഹിയ മുത്ലഖുൻ. ഇപ്പോൾ ചില പണ്ഡിതന്മാർ ഇവിടെ വാദിച്ച് അതുപോലെ തന്നെ അത് മനസ്സിലാക്കി വെച്ചാൽ എന്താണ്, ഈ വിരോധനം മുത്തലക്കാണ്, ഒരു മുത്തലക്കം നിലക്കുള്ള വിരോധനം. വ ഷുർബുഹു മിൻ സംസം മുഖയ്യദുൻ. ഉണ്ടോ, ഈ പറയുന്ന സംസം വെള്ളം നിന്ന് കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് മുഖയ്യദ്. അപ്പം അതിൽ ചെറിയൊരു വിടതി വെച്ചിട്ട് ബാക്കിയുള്ളിടത്തേക്കൊക്കെ ഈ പറയുന്ന രൂപത്തിൽ അങ്ങോട്ട് വിട്ട്, അപ്പം ബാക്കിയുള്ള വെള്ളങ്ങളൊക്കെ ഈ ഇരുന്നിട്ട് കുടിക്കണം, നിൽക്കാൻ പാടില്ല, സംസം വെള്ളത്തിൻ്റെ അവിടെ വേറെ രൂപത്തിൽ എന്ന് വാദിച്ചിട്ടുണ്ടെങ്കിൽ റുദ്ദ, അതിനെയും റദ്ദ് ചെയ്യപ്പെടും. ബി അന്നഹു ലൈസ നഹിയു മുത്ലഖ ബൽ ആമുൻ, മുത്തലക്ക നിലക്കുള്ള ഒരു വിരോധനയല്ല. അപ്പം ഈ പറയുന്ന നേരത്തെ നമ്മൾ മുസ്ലിമിൻ്റെ ഹദീസ് വായിച്ചു, നബിതങ്ങൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കൽ വിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആമൻ നിലക്കാണ് അത് പറഞ്ഞത്. അതിൽ സംസം വെള്ളം മാറ്റി നിർത്താനോ മറ്റുള്ള വെള്ളത്തിന് മാറ്റി നിർത്താനോ അങ്ങനെയൊന്നുമില്ല. സംസം വെള്ളമായാലും മറ്റുള്ള വെള്ളമായാലും ഏത് വെള്ളമായാലും നിന്നുകൊണ്ട് റസൂലുള്ള കുടിക്കൽ വിരോധിച്ചിട്ടുണ്ട്. അതാണ് ആമൻ നിലക്കാണ് പറഞ്ഞിട്ടുള്ളത്, അതല്ലാതെ വേറെ രൂപത്തിലൊന്നുമില്ല. അപ്പൊ പിന്നെ നബിതങ്ങൾ നിന്ന് കുടിച്ചു എന്നുള്ളതോ ഫവജബ ഹംലുഹു അലാ അന്നഹു ലിബയാനിൽ ജവാസ്. എല്ലാ പണ്ഡിതന്മാരും അങ്ങനെ തന്നെ പറയുന്നത്, അത് അനുവദിക്കും എന്നുള്ളത് എന്താണ്, റസൂലുള്ള എന്ന് നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അങ്ങനെയും ചെയ്ത് കാണിച്ചു തരണമല്ലോ. അപ്പോൾ കുടുങ്ങിയ സാഹചര്യങ്ങളിലും ബുദ്ധിമുട്ട്, കാരണം അവിടെ തിരക്കുകൾ, അത് അവിടെ തന്നെ പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്, ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസം വെള്ളം നിന്ന് കുടിക്കാനേ പാടില്ല, ഇരിക്കണം എന്നുള്ളത് ഷാഢ്യം പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസം ഉണ്ടാക്കും. കാരണം എന്താ, സംസം വെള്ളം കുടിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ തിരക്കാണ് കൂടുതൽ വരിക. അതുപോലെ ചിലപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റിക്കോളുന്നുണ്ട്, നനവുകൾ ഉണ്ടാകും, അതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നനവുകൾ ഉണ്ടാകും, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇരിക്കാനൊരു സ്ഥലം കിട്ടിയില്ല എന്ന് വരും, ചിലപ്പോൾ വെള്ളം തിരക്കി എടുക്കലും അതുപോലെ തന്നെ ഈ ഇരിക്കലും ഒക്കെ വളരെ പ്രയാസമായി മാറും. അപ്പോൾ അതുകൊണ്ട് ആ ഈ ഇരുത്തത്തിന് പ്രയാസം വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നിന്ന് തന്നെ കുടിക്കുക. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നമുക്കൊരു വിടുതിയുണ്ട്, റുഖ്സയുണ്ട് എന്നുള്ളതും വ്യക്തമായിട്ട് വന്നതാണ്. നേരെ മറിച്ച് ഇരിക്കാനൊക്കെ ഒരു ശരിക്കൊരു അവസരം കിട്ടി, അവിടെ ഇരിക്കാനും പറ്റും, ഒക്കത്തിനും പറ്റും, ഇവിടെ ഇരുന്നിട്ട് അയാളെ പിടിച്ചെടുക്കുകയും ചെയ്തിനില്ല, എണീക്ക് എന്ന് പറഞ്ഞാണ്ട് ഈ പ്രവർത്തനം ചെയ്യരുത്, അത് കറാഹത്തായിട്ട് തന്നെ മാറും. ഇനി മാത്രമല്ല, സംസം വെള്ളം നമ്മളിവിടെ നാട്ടിൽ കൊണ്ടുവന്നു, ഇവിടുന്ന് നമുക്ക് ധൈര്യമായിട്ട് ഇരുന്ന് കുടിക്കുക, എന്നിട്ട് ഇരിക്കുന്നോടത്ത് എണീറ്റിട്ട് കുടിക്കുക നിന്നാണ്ട്, കാരണം ഈ ഹദീസ് എന്ന് പറഞ്ഞാണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പം ആയതുകൊണ്ട് ഇതൊക്കെയാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ ഈ കുടുങ്ങിയ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ചിലപ്പോൾ അമൽ ചെയ്യേണ്ടി വരും. അതിന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജവാദിനെ ബയാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനെ കാണിച്ചു തന്നതും. ഇനി മാത്രമല്ല, ഇത് 4 മദ്ഹബിലും അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവിടുത്തെ പ്രവർത്തനം എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം മറ്റുള്ളവരെ വിലക്കേണ്ടതും വിരോധിക്കേണ്ടതും. അല്ലെങ്കിലും 2 ഹറമായാലും 4 മദ്ഹബിൻ്റെ ആളുകളും ഒരുപോലെ വന്നിറങ്ങുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം പഠിച്ചു നമ്മൾ മദ്ഹബിലും വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് അത് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, ഇത് മദ്ഹബിൻ്റെ ആളുകൾ വ്യത്യാസപ്പെടുമോ എന്നുള്ളത്. പല ആളുകളും എന്തുണ്ട്, വിദേശികളൊക്കെ നമ്മുടെ അങ്ങനെ പറയാറുണ്ട്, അത് അവരുടെ വിവരമില്ലായ്മ എന്ന് മനസ്സിലാക്കുക എന്നല്ലാതെ നമ്മുടെ മദ്ഹബിലുള്ളതല്ലേ നമ്മൾ ചെയ്യുള്ളൂ, നമ്മൾ അതിനനുസരിച്ച് കൊണ്ടല്ലേ പോവേണ്ടതും. അപ്പം ആയതുകൊണ്ട് 4 മദ്ഹബിലും ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു സംസം വെള്ളത്തിനെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ്, ഇത് നല്ലൊരു കിതാബാണ്, ഫളാഇലു മാഇ സംസം. ഉസ്താദന്മാരൊക്കെ വാങ്ങി വെക്കുന്ന നല്ലതാണ്, നല്ലൊരു കിതാബ്. അതായത് ഫളാഇലു മാഇ സംസം, സംസം വെള്ളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്, അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ ഉറവിടം, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ. ആ കൂട്ടത്തിൽ ഇങ്ങനൊരു അധ്യായം തന്നെ വിശദീകരിച്ചു. 196-ാമത്തെ പേജിൽ ഉണ്ട്, മസ്അലത്തുൻ
ഷുർബ് മാഇ സംസം അനിൽ ഖിയാം ഔ ഖുഊദ് ഉണ്ടോ, സംസം വെള്ളം ഇരുന്നാണോ നിന്നാണോ കുടിക്കേണ്ടത്, അങ്ങനെ ഒരു അധ്യായം തന്നെ വിശദീകരിച്ചു മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു. ആദ്യം തന്നെ പറഞ്ഞു ഇഖ്തലഫൽ ഫുഖഹാ റഹിമഹുല്ലാഹു തആല ഫി ശുർബി മാഇ സംസം ഹൽ യകൂനു അൻ ഖിയാം ഔ അൻ ഖുഊദ്, ഇരുന്നിട്ടാണോ സംസം വെള്ളം കുടിക്കേണ്ടത് നിന്നിട്ടാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. എന്നിട്ട് പറഞ്ഞു മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ തന്നെ പറഞ്ഞു. മിൻ ഫുഖഹാഇൽ ഹനഫിയത്തി, ഹനഫിയാക്കളിൽപ്പെട്ട ചില പണ്ഡിതന്മാരൊക്കെ ഫുഖഹാക്കൾ അവരുടെ മുഅ്തമദായ അഭിപ്രായം അവിടെ തന്നെ പറഞ്ഞു. വഹുവ മുഅ്തമദു ഇബ്നു ആബിദിൻ, അവരൊക്കെ മുഅ്തമദാക്കി വെച്ചു എന്ന് പറഞ്ഞത് ഇലസ്തിഹ്ബാബി ശുർബി മാഇ സംസം ഖായിമാ, സംസം വെള്ളം നിന്ന് കുടിക്കലാണ് അവർക്ക് സുന്നത്ത്. അപ്പൊ ഹനഫി മദ്ഹബ് നിന്നിട്ട് കുടിക്കലാണ് സുന്നത്ത് എന്ന് പറയുന്നത് ആ മദ്ഹബിൽ അങ്ങനെയാണ്. എന്നാൽ വനസ്സൽ മാലിക്കി വൽ ഹനാബിൽ, മാലിക്കി മദ്ഹബും അതുപോലെ തന്നെ ഹംബലി മദ്ഹബൊക്കെ നസാക്കി പറയുന്നത് അല ജവാസി ശുർബിൽ മാഇ ഖായിമാ, സംസം വെള്ളം നിന്ന് കുടിക്കൽ അനുവദിക്കും എന്നാണ്, കറാഹത്തൊന്നും അവിടെ കയറി വരൂല എന്നുള്ളത്. നേരെ മറിച്ച് ഷാഫിഈ മദ്ഹബാണ് എന്നുണ്ടെങ്കിൽ ഇലാ സുന്നിയത്ത് ശുർബി മാഇ സംസം ഖായിദാ, ഇരുന്നിട്ട് തന്നെയാണ് സംസം വെള്ളം കുടിക്കേണ്ടത്. നിന്ന് കുടിക്കുമ്പോൾ യുക്റഹു തൻസീഹൻ ശുർബുഹു ഖായിമാ, നിന്നിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന തൻസീഹിന്റെ കറാഹത്തിലും പെടും. അങ്ങനെ 4 മദ്ഹബിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളും അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ 4 മദ്ഹബിന്റെ വിഷയത്തിൽ പറയുമ്പം സംസം വെള്ളം ഇരുന്നാണോ നിന്നിട്ടാണോ എന്ന വിഷയത്തിൽ അഭിപ്രായം ഉണ്ടെങ്കിലും ഷാഫിഈ മദ്ഹബിന്റെ തീരുമാനം എല്ലാ വെള്ളവും അത് സംസമായാലും അല്ലാത്ത വെള്ളങ്ങളാണെങ്കിലും നിന്ന് കുടിക്കുക എന്ന് പറയുന്ന പരിപാടി അത് കറാഹത്ത് തന്നെയാണ്, ഇരുന്നിട്ടാണ് എല്ലാം കുടിക്കേണ്ടത്. പിന്നെ സംസം വെള്ളത്തിൽ പല പ്രയാസ ബുദ്ധിമുട്ടുകളൊക്കെ ഇരിക്കാനുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന നിന്നിട്ട് കുടിക്കാൻ പറ്റും. അത് മറ്റുള്ള വെള്ളത്തിന്റെ അവിടെയും ചിലപ്പോൾ വെക്കും, കാരണം ചില സമയങ്ങളിൽ നമുക്ക് എന്താവില്ല അവിടെ ഇരിക്കാൻ പറ്റില്ല, ഒരു സാഹചര്യം കിട്ടിയില്ലപ്പോൾ നിന്നോ കുടിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു നിയമം തന്നെയാണ് ഇവിടെ സംസം വെള്ളത്തിന്റെ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ വരും, കാരണം അവിടെ ആ തിരക്കും ബഹളും അതുപോലെ തന്നെ ഇരിക്കാനൊരു സ്ഥലം കിട്ടായ്മയും അങ്ങനെയൊക്കെ വരും. അതുകൊണ്ടാണ് അത് വരാൻ കാരണം, അങ്ങനെയേ ഉള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ നിലപാടുകളൊക്കെ. ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഭദ്രമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ.